ഞങ്ങളിവിടെ വന്നത് കഴിഞ്ഞ ദിവസം ജഗത്തിന്റെ ജില്ലാ ലൈവില് പിന്നെ ബിഗ് ബോസിനെ കുറിച്ചും അതിൽ പങ്കെടുത്തതായ പാർട്ടിസിപ്പൻസിനെ കുറിച്ച് വളരെ നിശ്ചിതമായ വിമർശിച്ചതായ അഖിൽമാരെ കുറിച്ചും ഇദ്ദേഹം പറയുകയുണ്ട്. എന്താണ് അതിന്റെ യാഥാർത്ഥ്യം? ഇദ്ദേഹം അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? ഈ കാരണം എന്താണെന്ന് വെച്ചാൽ പലരും ഇന്നലെ എന്നെ വിളിച്ചിരുന്നു, എന്നെ ഫോണിലൊക്കെ വിളിച്ച് എന്താണ് ഇങ്ങനെ ഒരു ഇത് നടത്തിയതെന്ന് പറഞ്ഞപ്പോ ഞാൻ അവരോട് തിരിച്ചു കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവർക്ക് ഒന്നും മിണ്ടാനില്ല. അവർ പറയുന്ന യാഥാർത്ഥ്യം ശരി എന്ന്, ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയെന്ന് വെക്കുന്ന ഒരു സിസ്റ്റത്തിലേക്കാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റിയത്. അഖിൽമാരാർ എന്ന് പറയുന്ന വ്യക്തി ഒരു നാട്ടും പ്രദേശത്തു നിന്ന് ബിഗ് ബോസ് എന്ന മേഖലയിലേക്ക് പോവുകയും അങ്ങനെ അറിയപ്പെടുകയും നാട് മൊത്തം അറിയപ്പെടുകയും അദ്ദേഹത്തിന് സാമ്പത്തികപരമായിട്ടും എല്ലാം ഉയർച്ച ഉണ്ടായപ്പോൾ നാട്ടിലെ കുറെ സാധാരണക്കാർ കൂട്ടുകാരുണ്ടായിരുന്നു. സാധാരണക്കാരെന്ന് പറഞ്ഞാൽ അഖിൽമാരാർ ഒന്നും അല്ലാത്ത സമയത്ത് അഖിൽമാരാരെ ഈ ബിഗ് ബോസിന്റെ പടി വരെ കയറ്റി വിടുന്നത് വരെ ആ സാധാരണക്കാരുടെ സുഹൃത്തുക്കളുടെ സഹായം ഒക്കെ പറ്റിയാണ് അഖിൽമാരാര് യഥാർത്ഥത്തിൽ അങ്ങോട്ട് പോയത്. നമുക്കില്ല തമിഴത്തോട്ടേക്കാം വളരെ മഴയായിരുന്നു 2 ദിവസം നമ്മുടെ നാട്ടില്. പക്ഷെ ഇന്ന് ശരിക്കും ചൂടുണ്ട്. ചൂട് ശക്തമായി ഉച്ചയ്ക്ക് ശേഷം വളരെ മഴ ഉണ്ടാവാനുള്ള സാധ്യതയും ഉണ്ട്. അതിന് ചൂടാണെന്ന് തോന്നി. എങ്കിലും ഈ ഒരു വളരെ വിലപ്പെട്ട അദ്ദേഹത്തിന്റെ സമയത്തെ നമ്മൾ വിനിയോഗിക്കുകയാണ്. അന്നേരം വളരെ പാവം പിടിച്ച ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ബിഗ് ബോസിലേക്ക് പോയി. അന്നേരവും ഒക്കെ ബിഗ് ബോസിലേക്ക് പോയപ്പോൾ ഞാൻ കുറെ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അഖിൽമാരാരെ നന്നാക്കിക്കൊണ്ടല്ല, അഖിൽമാരാരെ പോരായ്മകളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ കുറെ വീഡിയോകളൊക്കെ ചെയ്തപ്പം ഈ സാധാരണക്കാര് സുഹൃത്തുക്കള് അതിനെതിരെ പ്രതികരിച്ചുകൊണ്ടൊക്കെ വന്നായിരുന്നു. എന്നെ റോഡിൽ വെച്ച് കണ്ടപ്പം പറഞ്ഞ മോശമായി പോയി അഖിൽമാരാരെ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന് പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു അതൊക്കെ പിന്നെ അത് യാഥാർത്ഥ്യമായിട്ട് വരും. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും, പിന്നെ അത് യാഥാർത്ഥ്യമായി വരുമെന്നൊക്കെ പറഞ്ഞിരുന്നു. അത് കാലം തെളിയിച്ചു എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. അഖിൽമാരാരുടെ സുഹൃത്തുക്കള് പിന്നെ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു നീതി പറഞ്ഞോണം തന്നെയാണ് കാര്യങ്ങളൊക്കെ നടത്തിയത്. പിന്നെ ഏറ്റവും വലിയൊരു വിഷമം ഉണ്ടാക്കിയെന്ന് പറയുന്ന ഏഷ്യാനെറ്റിൽ എത്തുന്ന സ്ത്രീകൾ, അതായത് ബിഗ് ബോസ് എന്ന് പറയുന്ന ആ വലിയ പ്രോഗ്രാമിൽ എത്തുന്ന സ്ത്രീകൾ, അണിയറ പ്രവർത്തകർ അവരെ മുതലെടുക്കുന്നു എന്നൊരു പറച്ചിൽ പറഞ്ഞപ്പോൾ വളരെ വിഷമമായി പോയി. അത് ഏത് സമയത്തായിരുന്നു പറഞ്ഞത്? അത് ഇപ്പൊ ഈ പുതിയ പരിപാടി തുടങ്ങിയതിന് ശേഷമാണ് പറയുന്നത്. അതാണ് നമുക്ക് വലിയ ഇദ്ദേഹം ഈ വിവരങ്ങളൊക്കെ നേരത്തെ അറിഞ്ഞ്, പക്ഷെ ഈ പുതിയ പെൺകുട്ടികൾ ഇതിനകത്ത് വന്നപ്പം ഇദ്ദേഹത്തിന് ഇത് അറിയാതിരുന്നപ്പോൾ അദ്ദേഹം നേരത്തെ ഇതിനെതിരെ പ്രതികരിക്കണമായിരുന്നു. അദ്ദേഹം അതിനെതിരെ പ്രതികരിക്കാതെ ഈ ഒരു പ്രോഗ്രാമിൽ കുറെ പെൺകുട്ടികളൂടെ ബലിയാടായി എന്നാണ് ഇപ്പൊ അദ്ദേഹം പറയുന്നത്. അന്നേരം ഇത് നേരത്തെ ഇദ്ദേഹത്തിന് അറിയാമായിരുന്നല്ലോ. അന്നേരം ഇദ്ദേഹം അതിനകത്ത് ഏറ്റവും വലിയ കുറ്റക്കാരനല്ലേ. നമ്മളായാലും ഒരാൾ ഒരു തെറ്റ് കണ്ട് ആ തെറ്റ് കാണുമ്പോൾ നമ്മൾ ആ തെറ്റ് അവിടെ വെച്ച് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കണം. അതില്ലേ വേണ്ടേ? കഴിഞ്ഞ എപ്പിസോഡിലെ വിദ്യാർത്ഥിയായിരുന്നല്ലോ അദ്ദേഹം. വിജയായിരുന്നു. അപ്പൊ ആ സമയത്ത് ഇത്തരത്തിലുള്ളതായ പ്രവർത്തികൾ അവിടെ ഉണ്ടായിരുന്നു എന്നല്ലേ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? ആണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മൊത്തം കാര്യങ്ങളും അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അന്നേരം പിന്നെ 6 ആരംഭിച്ചപ്പോഴും ഇതിനകത്തേക്ക് കുറെ സ്ത്രീകൾ അടക്കമുള്ളവർ വന്നില്ലേ. അന്നേരം അവരും ഇതിനെ ഇങ്ങനെ ചൂഷണം ചെയ്ത് വന്നെന്നാണ് ഇദ്ദേഹം പറയുന്നത്. പക്ഷെ ഇദ്ദേഹത്തിന് വിവരങ്ങൾ നേരത്തെ ഉണ്ടാകുന്ന അറിഞ്ഞിട്ടും ഇദ്ദേഹം പ്രതികരിക്കുന്നില്ല. അതാണ് നമ്മൾ ഇതിനകത്ത് യഥാർത്ഥത്തിൽ അഖിൽമാരാരെ ഒരുപാട് ചോദ്യം ചെയ്യുന്ന ഒരു വ്യവസ്ഥ. അതേപോലെ തന്നെ അഖിൽമാരാരെ പറ്റി പറഞ്ഞപ്പോൾ ഇന്നലെയൊക്കെ ഒരുപാട് പേര് പറയുന്നത് അങ്ങനെയൊന്നും എടുക്കണ്ടായിരുന്നു എന്നൊക്കെ പറയാൻ കുറച്ച് പേരേ ഉള്ളൂ. അതിൽ കൂടുതൽ ആൾക്കാർ പറഞ്ഞത് ഞാൻ പറഞ്ഞ കാര്യം ശരിയെന്ന് തന്നെ വെക്കുന്ന രീതിയിലുള്ളതായിരുന്നു ആൾക്കാരുടെ ഒരു പെരുമാറ്റവും. നമ്മളെ ഇന്നലെ ഒരുപാട് അഖിൽമാരാരെ സാധാരണപ്പെട്ട സുഹൃത്തുക്കൾ അടക്കമുള്ളവർ പറഞ്ഞിരുന്നു. പിന്നെ സാധാരണപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഏറ്റവും വലിയ വിഷമം ഉണ്ടായത് എനിക്ക് 1000 സുഹൃത്തുക്കളുണ്ട്, അതിൽ ഒരാൾ മാത്രമാണ് നിങ്ങൾ എന്നാണ് എല്ലാവരോടും പറഞ്ഞത്. അതായത് എല്ലാവരെയും സമന്മാരായി കാണുന്നു. അതുവരെ അഖിൽമാരൊരു ചില വീടുകളിൽ ചെല്ലുന്നു, അവരെ ഭക്ഷണം കഴിക്കുന്നു, അവരെ തോളി കയ്യിലിടുന്നു. സിനിമയുടെ സമയത്തെല്ലാം ഉണ്ടായ അനുഭവം നമുക്കറിയാം. ആദ്യം തന്നെ ഇന്നലെ ഞാൻ ചെയ്ത വീഡിയോയ്ക്ക് താഴെ ഇട്ടേക്കുന്ന തിന്നുന്ന പാത്രത്തിൽ തന്നെ കാഷ്ടിക്കുന്ന സ്വഭാവമാണ് അഖിൽമാരാര് കാണിക്കുന്നതെന്ന് അത് തെളിയിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അഖിൽമാരാര് ഒന്നും അല്ലാത്ത സമയത്താണ് കൊട്ടാരക്കര നമ്മുടെ ഒരു പ്രൊഡ്യൂസർ ഒരു പടം ചെയ്യാനായിട്ട് ഏകദേശം 4 കോടിയോളം രൂപയെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ആ 4 കോടി രൂപ മെനക്കെടുത്തി അദ്ദേഹത്തെ വെച്ചൊരു പടം ചെയ്ത് അദ്ദേഹത്തിന് 8ന്റെ പണി കൊടുത്തു. എന്ന് വെച്ചാൽ നാട്ടിലെ നല്ലൊരു പ്രൊഡ്യൂസറെ ഇനി അദ്ദേഹം ഒരുപാട് സിനിമകൾ ചിലപ്പോൾ പുതിയവർക്കായിരിക്കും അദ്ദേഹം ചിലപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പൈസ മുടക്കുന്നത്. അങ്ങനെയൊക്കെ ഉള്ള ഒരു അവസരം കിട്ടേണ്ടത് ഇദ്ദേഹം കാരണം മുടക്കി ആ പ്രൊഡ്യൂസറെ നശിപ്പിച്ച് കളഞ്ഞു. അതുകൊണ്ട് അയാൾ വേറൊരു പടം ചെയ്യുന്നില്ല. ചിലപ്പോൾ നാളെ ഞാനാവാം, വേറൊരാളാവാം, ഒരു പടം ചെയ്യാൻ ഒരു അവസരം ചോദിച്ചു തന്നാൽ അയാൾ കാശ് മുടക്കുമായിരുന്നു. ഇപ്പൊ അയാൾ ചെയ്യത്തില്ല. അയാൾ പേടിച്ച് അയാൾ ഈ അഖിൽമാരാർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തെ നശിപ്പിച്ചത് കാരണം അയാൾ പിന്നെ ഒരു പടം ചെയ്തില്ല. അദ്ദേഹത്തെ ഒരുപാട് ചൂഷണം ചെയ്തു.
എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് അദ്ദേഹം പിന്നെ ഒരു പടം ചെയ്യുന്നില്ലല്ലോ. അദ്ദേഹത്തിന് ആ 4 കോടിയൊക്കെ ഒരു രോമം പറിച്ചു കളയുന്നേ ഉള്ളൂ. പക്ഷെ അദ്ദേഹം മലയാള സിനിമയ്ക്ക് നല്ലൊരു പ്രൊഡ്യൂസറായിരുന്നു. ആ പടം നല്ല ഉത്തരവാദിത്വത്തോട് കൂടി ചെയ്ത് ആ പടം വിജയിപ്പിച്ച് മാരാര് കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഇന്ന് അദ്ദേഹം മലയാള സിനിമയിലെ 1, 2, 3 പടങ്ങൾ ചെയ്തേനെ. പിന്നെ യവൻ അത് നശിപ്പിച്ച് കളഞ്ഞുകൊണ്ട് അത് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. പിന്നെ എങ്ങനെയോ ഇയാൾ അങ്ങ് ബിഗ് ബോസിൽ വന്നു. ബിഗ് ബോസിൽ വന്നതും പിന്നെ റോബിൻ, അതെ, ബിഗ് ബോസ് വരാൻ കാരണം ഈ ഡോക്ടർ റോബിനെ യവൻ സോഷ്യൽ മീഡിയ വഴി ആക്ഷേപം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് അഖിൽ മാരാര് ഈ റോബിനും ബിഗ് ബോസ് കഴിഞ്ഞ് നാട്ടിൽ തിളങ്ങി നിൽക്കുന്ന ഒരു സമയമാണ്. അതേപോലെ തന്നെ നമുക്ക് അറിയാൻ കഴിഞ്ഞത് ബിഗ് ബോസിലെ എനിക്ക് സോഷ്യൽ മീഡിയ താരങ്ങളെ ആരെയും അഖിൽ മാരാർക്ക് കണ്ടുകൂടായിരുന്നു. ഈ വെണ്ടാറ്റ് തൊട്ടടുത്ത സ്കൂളിൽ തന്നെ വിക്കിത്തക്കോ അങ്ങനെ കണ്ടൊരു സോഷ്യൽ മീഡിയ താരം വന്നപ്പം അകത്ത് സിനിമാ സംവിധായകൻ എന്ന് പറഞ്ഞ പേരിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അഖിൽ മാരാര്. അന്നേരം ഈ വിക്കിത്തക്ക് സോഷ്യൽ മീഡിയ താരമാണ്. വിക്കിത്തക്ക് താഴെ വന്നപ്പോഴത്തേക്കും അഖിൽ മാരാരുടെ അടുത്തിരുന്ന പിള്ളേർ മുഴുവൻ എഴുന്നേറ്റ് താഴെ വിക്കിത്തക്കിന്റെ പുറകെ പോയി. അതൊക്കെ ഇയാൾക്ക് ഭയങ്കരമായിട്ട് ഹറാസ്മെന്റ് ക്ഷയമായി പോയായിരുന്നു. അന്നൊക്കെ നമുക്കത് മനസ്സിലായതാ. പെട്ടെന്ന് തന്നെ ഇയാൾ എനിക്ക് പെട്ടെന്ന് പോകണമെന്നും പറഞ്ഞ് ഇയാള് അതിനെ മൈൻഡ് ചെയ്യാതെ ഇറങ്ങി പോവുകയും വെണ്ടാറ്റ പിള്ളേരാരും ഇയാളെ മൈൻഡ് ചെയ്യാതെ നിൽക്കുന്നതും ഒക്കെ കണ്ട്. പിന്നെ ഏറ്റവും വലിയൊരു മാതൃകപരമായ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കള്ളത്തരം പറഞ്ഞ് ജയിച്ചു കയറി വന്നവനാണ് അഖിൽ മാരാര്. ഏത് ഞാൻ പറഞ്ഞുതരാം. ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇയാൾ തന്നെ സോഷ്യൽ മീഡിയ കൂടെ പറഞ്ഞ് അത് കൈയടി നേടുന്നുണ്ട്. പണ്ട് ഇയാൾ ജ്യൂസ് കടയിൽ നിൽക്കുന്ന ഒരു ടൈം ജ്യൂസ് അടിക്കുന്ന ഒരു കടയുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വളരെ ലാഘവത്തോടാണ് പറയുന്നത്. ഇയാൾ ഒരു സ്കൂളിൽ കള്ളത്തരം പറഞ്ഞ് ഉദ്ഘാടനം ചെയ്തു. അതായത് ഇയാൾ സിനിമാ സംവിധായകനാണ് എന്നും പറഞ്ഞു. അതൊക്കെ എന്ന് പറഞ്ഞാൽ മാതൃകാപരമായി. എന്നിട്ട് അത് പുറത്തേക്ക് വിടുന്ന എന്താ? നാളെ ഈ പ്രവർത്തികൾ ഇയാളൊക്കെ ഇപ്പൊ വലിയ ഹീറോ ആയിട്ട് നിൽക്കുമ്പോൾ ഇയാൾ ഈ വിവരങ്ങളൊക്കെ പുറത്തു പറയുമ്പോഴേ ഈ ബാക്കിയുള്ള കുട്ടികൾ അടക്കമുള്ളവർ അത് ചെയ്യുവാൻ ആ ഒരു മോട്ടീവ് ഉണ്ടാവത്തില്ലേ? ഇതേപോലെ കള്ളത്തരങ്ങൾ പറയാൻ. അല്ലെ അന്ന് അഖിൽ മാരാര് പറഞ്ഞ ഒരു കള്ളത്തരം വീണ്ടും എടുത്ത് പറഞ്ഞ് മറ്റുള്ളവരിലേക്ക് പ്രയോജനമാവുകയല്ലേ ചെയ്യുന്നത് തലമുറ. എന്ന് വെച്ചാൽ ഇയാൾ പറഞ്ഞു ഇയാള് ഒരു സിനിമാ സംവിധായകനാണെന്നും പറഞ്ഞ് വെണ്ടാറ്റ് സ്കൂളിലും കണ്ടോ, വെണ്ടാറ്റ സ്കൂളാന്ന് തോന്നുന്നു, അവിടെ വന്ന് ഉദ്ഘാടനം ചെയ്യുകയും അന്നേരം സ്കൂൾ ബസ് വന്ന് പിറ്റേന്ന് വേണ്ട സ്കൂൾ ബസ് അവിടെ വന്ന് നിന്നപ്പം ഈ പിള്ളേരെല്ലാം കൂടി ഇയാളെ കാണുകയും ഇയാൾ ചമ്മിപ്പോയി എന്നും പറഞ്ഞ് സോഷ്യൽ മീഡിയ കൂടെ പറഞ്ഞ് ഇയാൾ കൈയടി നേടുകയാണ്. പക്ഷെ അത് ഒരു സമൂഹത്തിലെ വളർന്നു വരുന്ന തലമുറയെ നശിപ്പിക്കുന്ന ഒരു മെസ്സേജ് തന്നെയാണത് എന്നാണ് നമ്മൾ പറയുന്നത്. അതാണ് അവന്റെ ജീവിതത്തിൽ അവൻ കള്ളത്തരങ്ങൾ പറഞ്ഞ് പടി കയറി വന്ന വ്യക്തിയാണ്. അഖിൽ മാരാർക്ക് അറിയാമോ? നേരിട്ടറിയാമോ എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ നാട്ടുകാരനല്ലേ. നമ്മുടെ നാട്ടുകാരനാണെങ്കിൽ നമ്മൾ കൊട്ടാരക്കര ഉള്ള വ്യക്തിയാണ്. സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ നിൽക്കുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ അഭിമാനമാണ് കൊട്ടാരക്കര ഇങ്ങനെ ഒരു. പക്ഷേ ഇവൻ ഈ സാധാരണക്കാരെ കൂട്ടുകാരെ എല്ലാം മറന്ന് നാട്ടുകാരെ എല്ലാം മറന്ന് ഈ അഹങ്കാരം കാണിച്ചിട്ട് ഇപ്പം ഏറ്റവും വലിയൊരു നെറുകേട് എന്ന് പറയുന്നത് തിന്നുന്ന പാത്രത്തിൽ തുപ്പി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഒരു പണിയാണ്. യവനെ വളർത്തി വലുതാക്കി യവനെ 10 കാശാക്കി യവനെ ഇപ്പൊ ഓടിയായാലും മറ്റ് ബെൻസ് ആയാലും കാറുകളൊക്കെ എടുക്കാനും ഒക്കെ എല്ലാ സൗകര്യവും ഒരുക്കി കൊടുത്തത് ഏഷ്യാനെറ്റാണ്. ആ ഏഷ്യാനെറ്റിനെയാണ് ഇപ്പം ഏഷ്യാനെറ്റിനെ മാത്രമല്ല ജനങ്ങൾ സ്നേഹിക്കുന്ന വലിയൊരു പ്രോഗ്രാം, വലിയൊരു അതിനെ വർഷങ്ങളായിട്ട് ജനങ്ങൾ ഈ ഒരു പ്രോഗ്രാമിനെ സ്നേഹിച്ച് എന്റെ വീട്ടിൽ പോലും ആയാൽ പോലും വീട്ടുകാർ 9 മണി കഴിഞ്ഞാൽ ഈ ബിഗ് ബോസ് കാണുവാൻ വേണ്ടി കുട്ടികളടക്കമുള്ളവർ വരുന്നതാണ്. നാളെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വരാൻ നല്ല കുടുംബത്തിലെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ കാത്തിരിക്കുന്നതാണ് ഒരു ചാൻസ് കിട്ടാൻ വേണ്ടി. പക്ഷെ യവൻ ഇങ്ങനെ ഒരു ആക്ഷേപം, ഒന്നാമത് യവൻ ഈ പ്രോഗ്രാമിലൂടെ വന്നിട്ട് യവൻ പെട്ടെന്ന് സ്ത്രീകളെ പറ്റി ഇങ്ങനെ ഒരു ആക്ഷേപം പറയുമ്പോൾ ഇനി വരുന്ന തലമുറയ്ക്ക് അത് ഒരു വലിയൊരു ഷെയിമാണ്. ഇനി വന്നു കഴിഞ്ഞാലും അവരെ ആ യവൻ പറഞ്ഞ വാക്കുകൾ കൊണ്ടില്ലേ കാണുന്നേ. ആ ഒരു കണ്ണുകൾ കൊണ്ടില്ലേ ആൾക്കാർ കാണും ആ പ്രോഗ്രാമിനെ. ബിഗ് ബോസ് എന്ന പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ വേറെ മോഹൻലാലല്ലേ? മോഹൻലാലാണ്. മോഹൻലാലിനേക്കാളും വലിയതായിട്ടെന്ന് പറഞ്ഞ മോഹൻലാലിന്റെ ജനം ആലോചിക്കുന്ന മോഹൻലാലിനെ മാത്രമേ ആലോചിക്കുന്നുള്ളൂ. ഇത് മോഹൻലാൽ അല്ല കൺട്രോൾ ചെയ്യുന്നത്. ഇതിന്റെ പിന്നിൽ കുറെ ഡയറക്ടേഴ്സ്, ഇതിന്റെ അണിയറ പ്രവർത്തകരുണ്ടാവും. ഒരു വിങ് ഉണ്ട്. ആ വിങ് ആണ് ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. ആ മോഹൻലാലിന് പോലും ചിലപ്പം അകത്ത് നിന്ന് ഇതിന്റെ ഡയറക്ടർ പറയുന്ന കാര്യം പുറത്തു വന്ന് പറയാനേ പറ്റൂ. അല്ലാതെ മോഹൻലാലിന് വ്യക്തിപരമായിട്ട് ഒരു കാര്യവും പറയാൻ പറ്റത്തില്ല. മോഹൻലാല് പ്രോഗ്രാം ചെയ്യുന്ന കാശ് മേടിച്ചു പോന്നു, അല്ലാതെ മോഹൻലാലിന് അതിനകത്ത് ഒരു റോളും ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത് പറയുന്നത്. മോഹൻലാലിന് യഥാർത്ഥത്തിൽ ഈ ഒരു പ്രോഗ്രാമിൽ ഒരു റോളും ഇല്ലെന്ന് പറയുന്നത്. മോഹൻലാലിന് ഇത്ര രൂപ പേയ്മെന്റ് പറയുന്നു, മോഹൻലാൽ അത് വന്ന് ചെയ്യുന്നു, ആ പേയ്മെന്റ് മേടിക്കുന്നു, മോഹൻലാൽ പോകുന്നു. ഇതാണ് ഇതിനകത്ത് നടക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം. അല്ലാതെ ഈ ഒരു അവസരത്തില് അത് മാരാർ ഇങ്ങനെ പറയാൻ കാരണം എന്താ? കാരണം എന്താന്ന് പറഞ്ഞാൽ അതും അവന്റെ വിജയമാണ്. അവന്റെ വിജയത്തിന് വേണ്ടി അവൻ കള്ളത്തരം പറയും. അവൻ മറന്നു, അവനെ എല്ലാരും മറക്കും. ഇപ്പൊ നമുക്ക് കണ്ടുവരുന്ന ഇതാണ്
ഡോക്ടർ റോബിൻ താഴെ പോയി. അതിന് മുകളിൽ ജയിച്ച ആളെ നമുക്ക് അറിയും. അതിന് മുകളിൽ ജയിച്ച ആളെ നമുക്ക് അറിയാം ഇല്ല. പക്ഷേ ആനന്ദകാലം ബിഗ് ബോസ് പറയുമ്പോഴത്തേക്ക് അവസാനം ചെയ്യാണ് അതിന് ഒരു വലിയ കവറമാണ്. ഡോക്ടർ റോബിനെ ഒരാളും കഴിഞ്ഞപ്പോഴാണ് ഈ ഡോക്ടർ റോബിൻ പ്രചരണങ്ങൾ ഉണ്ടാവുന്നത്. റോബിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് കേരളത്തിലെ വലിയൊരു തിരമാല തന്നെയായിരുന്നു. കേരളത്തിലേക്ക് വലിയൊരു സോഷ്യൽ മീഡിയ വഴിയും ഒരു TV ചാനൽ വഴിയും വന്ന ഒരു വലിയൊരു തിരമാല അടിച്ചു കയറിയതാണ് ഡോക്ടർ റോബിൻ. ആ റോബിനെയാണ് തകർക്കാൻ ഒരു വിങ് തയ്യാറാവുകയും അങ്ങനെ ആ വിങ്ങിലേക്ക് വന്ന ഒരു വ്യക്തിയാണ് അഖിൽമാരാർ. അഖിൽമാരാർ അപ്പൊ ബിഗ് ബോസ് ഗെയിമുകൾ മുഴുവൻ ഇങ്ങനെ സംഭവിക്കും എന്ന് അഖിൽമാരാർക്ക് ക്ലാസ് കൊടുത്ത് അഖിൽമാരെ വിജയിപ്പിച്ചു കൊണ്ടുവന്നത് ഒരു ഏഷ്യാനെറ്റിന്റെ പിന്നിൽ പ്രവർത്തിച്ച കുറച്ച് അണിയറ പ്രവർത്തകരാണ്. അഖിൽമാരെ കൊണ്ടുവന്നത് അഖിൽമാരെ ജയിക്കും എന്ന് മുൻകൂട്ടി തന്നെ പറഞ്ഞിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഇതിനകത്ത് നടന്നത് മുഴുവൻ. കാരണം മാറ്റണം എനിക്ക് ഒരു മിനിറ്റ് കാരണം മാറ്റിയിട്ടില്ല, ഒന്ന് ഹോൾഡ് ചെയ്ത സാർ. ഏതായാലും അഖിൽമാരെ കുറിച്ച് വളരെ നിശിതമായ വിമർശനങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ബിഗ് ബോസിനെ കുറിച്ചും അതോടൊപ്പം ഏഷ്യാനെ കുറിച്ചും ആക്ഷേപിക്കുന്ന, അതിൽ പങ്കെടുക്കുന്നതായ കാര്യങ്ങളെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ളതായ വാക്കുകൾ അഖിൽമാരിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അതിന്റെ അത്തരത്തിലുള്ള കമന്റുകളുടെ ഫലമായിട്ടാണ് വളരെ ഒരു ലെവലുള്ള മാധ്യമങ്ങൾ അദ്ദേഹത്തിനെതിരെ പ്രചരിപ്പിക്കുന്നത്. ഇത്തരത്തിലാണ് നമ്മുടെ ദീദി മുന്നേ അദ്ദേഹവും ഇതിനെതിരെ പ്രതികരിക്കുന്നത്. കാരണം സാധാരണപ്പെട്ടവര് അതുപോലെ നല്ല കഥാപാത്രങ്ങളൊക്കെ തന്നെ ഇതിലേക്ക് വരാൻ തയ്യാറെടുത്ത് നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ളതായ ഒരു വാക്കുകൾ ഇദ്ദേഹത്തിൽ നിന്നുണ്ടാകുന്നത്. അതിനെ നല്ല രീതിയിൽ വിമർശിക്കുകയാണ് സമൂഹം. സ്ലോ കണക്ഷനാണ്. അതിനെ നമുക്ക് ബിഗ് ബോസ് ആദ്യം ഇറങ്ങി വിജയിച്ചു വന്നപ്പോഴേ തന്നെ ഇതിനെതിരെ പ്രതികരിക്കണമായിരുന്നു. ഏഷ്യാനെറ്റിൽ ഇങ്ങനെയാണ്, അല്ലെ ബിഗ് ബോസിൽ ഇങ്ങനെ പ്രോഗ്രാം നടക്കുന്നത്, നമ്മളെ സ്ത്രീ സമൂഹത്തെ നമുക്ക് രക്ഷിക്കണം, സ്ത്രീകൾ ആരും അങ്ങോട്ട് പോവരുത്. യഥാർത്ഥത്തിൽ അതിന് എന്താ പറയുക, നമ്മൾ കൂട്ടി വേണമെങ്കിൽ നമുക്ക് ബിഗ് ബോസിൽ അവിടെ എത്തുന്നതായ പെൺകുട്ടികളെ ചൂഷണം ചെയ്യുന്നു എന്ന് വരെ അദ്ദേഹം പറഞ്ഞു. അതാണ് സത്യം. അതല്ലേ ഇപ്പൊ ഈ വിഷയങ്ങൾ ഉണ്ടാവുന്നത്. സോഷ്യൽ മീഡിയ അടക്കമുള്ളതിൽ സംസാരം നടക്കുന്നത് മുഴുവൻ അതാണ്. അപ്പൊ ഇതിലേക്ക് വരാൻ തയ്യാറെടുക്കുന്നവർക്ക് അതൊരു മാനസികമായ രക്ഷകർത്താക്കളായാലും മാതാപിതാക്കളായാലും ഒക്കെ തകരും. അതൊക്കെ തകരും. ആൾക്കാലത്ത് ചോദിക്കുന്നത് ബിഗ് ബോസിൽ അല്ലായിരുന്നു എന്നുള്ളവരെ അങ്ങനെ വേറെ സമൂഹത്തിന് മുമ്പിൽ പുറത്തിറങ്ങിയ ജനം കല്ലെറിയത്തില്ലേ? നീ അങ്ങനെ നടന്നുകൊള്ളാതെന്ന് ചോദിക്കത്തില്ലേ? അതാണ് ഇപ്പൊ ഏകദേശം എനിക്ക് ബിഗ് ബോസിൽ അഭിനയിച്ചവരെല്ലാം തലവഴി മുണ്ടിട്ടാണ് നടക്കുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് ഇദ്ദേഹത്തിന്റെ ആ ഒറ്റ ഭാഷണം കൊണ്ട് തന്നെ, ആ ഒറ്റ സംഭാഷണം കൊണ്ട് തന്നെ ആരും ഇപ്പൊ നമ്മളെ ചേട്ടൽ ഒരു ലേഡീസിനെ കണ്ടാൽ നമുക്കും തോന്നുന്നു ചിലപ്പോ മാരാര് പറഞ്ഞോളോ ആണോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. പോകത്തില്ലേ? അത് കുറ്റമാണോ?
അപ്പൊ സമൂഹത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയതായ ഒരു സംഭാഷണമായിരുന്നു അതാണല്ലോ ഇപ്പൊ ജനം മൊത്തം നിൽക്കുന്നത്. അപ്പൊ ഇതിന്റെ പിന്നിൽ മറ്റു ചാനലുകൾ ഉണ്ടാവും എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടാവും. നമുക്ക് ഉറപ്പുണ്ട്. അല്ലെ അവൻ മറ്റാരുടെ കയ്യിൽ ഈ ഒരു പ്രോഗ്രാം നശിപ്പിക്കാൻ വേണ്ടി സാമ്പത്തികം മേടിക്കുന്നത്, അല്ലെ അവന്റെ വ്യക്തിപരമായിട്ട് ഈ പറഞ്ഞ ഏഷ്യാനെറ്റിലെ ബിഗ് ബോസിലെ അവസാന വിജയി അവനാണെന്ന് സ്ഥാപിച്ചു വെക്കാൻ, ചരിത്ര താളുകളിൽ എഴുതി വെക്കാൻ വേണ്ടി അവൻ കാണിക്കുന്ന ഒരു ഗെയിമാണ്. അപ്പൊ ഊട്ടി വളർത്തി ഉദകക്രിയ ചെയ്ത ഒരു വ്യക്തിയായി മാറി ഊട്ടുന്ന കൈക്ക് കടിച്ചു എന്നൊക്കെ കേട്ടിട്ടില്ല. അതാണ് അത് നമ്മൾ അതിന്റെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം തന്നെ നമ്മൾ എടുത്താൽ മനസ്സിലാവും. അവനൊന്നും അല്ലാത്ത സമയത്ത് അവന് സിനിമ ചെയ്യാൻ ഒരു പ്രൊഡ്യൂസർ കുറെ കാശ് ഇറക്കി, അയാൾക്ക് ആദ്യത്തെ പണി കൊടുത്തു. രണ്ടാമത് അവൻ എനിക്ക് തിരിഞ്ഞു നടന്നപ്പം ആ പടവും ചെയ്ത് അവന്റെ കുറെ ആരും ഇല്ലാതെ വന്നപ്പം എങ്ങനെയോ ഒരു ഭാഗ്യം കൊണ്ട് ഡോക്ടർ റോബിനെ ആക്ഷേപം പറഞ്ഞത് അവന്റെ നമുക്ക് പറയാം പെട്ടെന്ന് ലോട്ടറി അടിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. എല്ലാവർക്കും ലോട്ടറി അടിക്കും. ഇപ്പൊ അയൽമാരാർക്ക് വന്ന ഒരു ഭാഗ്യമൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ നാളെ ഞാൻ ഇവിടെ നിൽക്കുന്നു, ഞാൻ ചിലപ്പോൾ ഒരു ഓണം ബമ്പർ എടുത്ത് 25 കോടി രൂപ അതൊക്കെ എല്ലാം വരുന്നേ, ആ ഒരു ലോട്ടറി എടുത്ത് അവർക്ക് അടിക്കത്തില്ലേ? അതേപോലെ ഒരു ഭാഗ്യമാണ് അവൻ അടിച്ചിരുന്നത്. അത് കരുതിയാൽ മതി. ഒരു തിരുവോണ നാളി എടുത്ത് ഒരു ബമ്പർ അവൻ അടിച്ചു. അതാണ്, അല്ലാതെ അവന്റെ വേറൊരു കഴിവുകൊണ്ട് ചിലർ പറയുന്നുണ്ട് അവന് കിട്ടിയ കഴിവുകൊണ്ട് നമ്മൾ അസൂയ കൊണ്ട് ആണെന്ന് ഇങ്ങനെ പ്രതികരിക്കുന്നത്. അതുകൊണ്ടല്ല, ആർക്കും അടിക്കാം. ചിലപ്പം സാറിന് അടിക്കാം, ചിലപ്പോൾ ലോട്ടറി എനിക്ക് അടിക്കാം. അതേപോലെ ഒരു ലോട്ടറിയാണ് അവൻ അടിച്ചിരിക്കുന്നത്. പക്ഷെ അവൻ അടിച്ചു കഴിഞ്ഞപ്പോൾ വന്ന വഴി മറന്നു എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. എന്ന് വെച്ചാൽ അവന്റെ സാധാരണക്കാര് കൂട്ടുകാരും ഒരുപാട് പേര് പ്രതീക്ഷയാണ് അവർക്കും ആ കൂട്ടത്തിൽ വളരാം, അല്ലെ ഞങ്ങളുടെ കൈ കൂടെ പിടിച്ചോണ്ട് പോകും എന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷയിലാണ്. ഞങ്ങളുടെ കൂട്ടുകാരാണ് എന്ന് വെച്ചാൽ സിനിമ എടുത്തപ്പോ അതിനൊക്കെ ചിലർക്ക് വേഷങ്ങളൊക്കെ കൊടുത്തപ്പോഴും അമിത വിശ്വാസം അവര് പോയി. അതേപോലെ ബിഗ് ബോസ് വന്നപ്പോഴും ഇവിടെ ഫോട്ടോ വെച്ച് പൂജിച്ച് ഞങ്ങളുടെ എന്റെ സുഹൃത്താണെന്ന് പറഞ്ഞു കോട്ടത്തലി അദ്ദേഹത്തിന്റെ കട്ടൗട്ടുകൾ വെച്ച് ആരാധിച്ച കൂട്ടുകാർ പോലും മൈൻഡ് ചെയ്യാതെ എനിക്ക് 1000 സുഹൃത്തുക്കളുണ്ട്, അതിൽ ഒരാളാണ് നീ എന്ന് പറയണമെങ്കിൽ ആ എത്രയ്ക്ക് അഹങ്കാരത്തോടെ ധാർഷ്ട്യത്തോടെ പറഞ്ഞ എവനെ എങ്ങനെ സമൂഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തും? മാന്യന്മാരായിട്ട് വേദികളിൽ കയറ്റിയിരിക്കും. അങ്ങനെ പറയാൻ പറ്റും, പറയാൻ കൊള്ളാവും. എപ്പോഴായാലും സാധാരണക്കാരും നാട്ടുകാരും ഒക്കെ വേണ്ടേ? എവൻ നാളെ ഇപ്പോഴും എവനെ താങ്ങിക്കൊണ്ട് നടക്കുന്ന ആരെങ്കിലും പിന്നിലുണ്ടെങ്കിൽ അവര് സൂക്ഷിച്ചോളുക. നാളെ അവരെയും ഇതേപോലെ അവസാനം കഴിയുമ്പോൾ എന്താ ചണ്ടി വലിച്ചെറിയുന്നോണം അവന്റെ വിജയം കഴിയുമ്പോൾ അവൻ വലിച്ചെറിയും. അതാണ് അവന്റെ ഒരു രീതി. അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ സാധാരണക്കാരിൽ നിന്ന് വിജയിക്കണം, അല്ലെ മേൽത്തട്ട് വേണം എന്നുള്ള ഒരു ചിന്തയുള്ളവനാ. അങ്ങനെയുള്ളവൻ ഈ കൂടെ കൂടുന്ന കൂട്ടുകാരെയും സുഹൃത്തുക്കളെയും എല്ലാം അവൻ തട്ടിയെറിയും. അതുകൊണ്ട് അത് പറഞ്ഞിട്ട് കാര്യമില്ല. അന്നേരം ഇതുകൊണ്ടാണ് ഇന്നലെ നമ്മൾ പ്രതികരിച്ചത്. ഇനി നമ്മൾ കൂടുതൽ തെളിവുകളുമായിട്ട് ഉടനെ പ്രതികരിക്കുന്ന കൂടുതൽ തെളിവുകൾ മാധ്യമങ്ങൾ ഇതിനെതിരെ അദ്ദേഹത്തിന്റെ വാക്കുകൾക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് വരും. ഓക്കെ, ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിച്ചാൽ വളരെയധികം ഓക്കെ. എന്തൊക്കെ വിശേഷം? വേറെ മറ്റു വിശേഷങ്ങളൊന്നുമില്ല. ഉണ്ടായിരുന്നു, വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു, നടക്കുന്നു. മാധ്യമങ്ങളിൽ സജീവമാണ്. മാധ്യമങ്ങളിൽ ഇപ്പൊ സജീവമാണ്. അതുകൊണ്ടാണല്ലോ നമ്മളിങ്ങനെ വിവരങ്ങളൊക്കെ പുറത്തു വിടുന്നത്. വളരെ ഓരോ വിഷയങ്ങളിലും വളരെ ശ്രദ്ധയോടുകൂടി തന്നെ പഠിച്ചിട്ട് മാരാരെ ഇപ്പം ഈ ഒരു വിഷയം ഉണ്ടായപ്പോ തന്നെ നിരവധി ഫോൺ കോളുകൾ അല്ലെങ്കിൽ മാരാരെ ഹെൽപ്പ് ചെയ്തിരുന്ന ഒരുപാട് സുഹൃത്തുക്കൾ, എന്റെ സുഹൃത്തുക്കളുണ്ട്. അവരെല്ലാം ഇപ്പൊ നമ്മളെ വിളിച്ച് കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ അവരൊക്കെ പറഞ്ഞ തെളിവുകളും മറ്റു കാര്യങ്ങളുമാണ് നമ്മൾ പുറത്തേക്ക് വിടുന്നത്. അല്ലാതെ ഒരു കാര്യവും അല്ലാതെ നമ്മുടെ സ്വന്തം സൃഷ്ടിയിൽ പറയുന്നില്ല. ഏതായാലും നിലവാരമുള്ള മാധ്യമ പ്രവർത്തനം ഞാൻ പറയുന്നത് വരും തലമുറ ഒരിക്കലും ഇവനെ കണ്ടുപഠിക്കരുത്, ഇവനെ കണ്ടുപഠിക്കാൻ നിൽക്കരുത്. അതേ നമ്മൾ പറയുന്നത്. വരും തലമുറ ഒരിക്കലും ഇവനെ കണ്ടിട്ട് ഇവനെ കൈയടിക്കരുത്, ഇങ്ങനെയുള്ളവന്മാരെ കൈയടിക്കരുത്. എന്ന് വെച്ചാൽ ഒരുപാട് ചതിയിലൂടെയും വഞ്ചനയിലൂടെയും അതൊക്കെ കയറിയാണ് അവൻ മുകളിലെത്തിയത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമുക്ക് വേണം നമ്മുടെ സാധാരണക്കാരായ നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്നവരെയും സമൂഹത്തിന് നല്ലത് പറയുന്നവരെയും ഒക്കെയാണ് ഇവൻ എല്ലാം കള്ളത്തരങ്ങൾ പറഞ്ഞാണ് മുന്നിൽ കയറി വന്നേക്കുന്നത്. ഇപ്പോഴും ഒരു തെറ്റായ മെസ്സേജുകളാണ് പുറത്തേക്ക് കൊടുക്കുന്നത്. ഇവന് കഴിവുണ്ട്, രാഷ്ട്രീയം പറയാൻ കഴിവുണ്ട്, അത് ഞാൻ സമ്മതിക്കുന്നു. രാഷ്ട്രീയത്തിൽ അവനെ വെല്ലാൻ ആരുമില്ല, അതെനിക്ക് ചർച്ചയില്ല. പക്ഷേ ഇവന്റെ പ്രവൃത്തി, ഇവന്റെ വിജയം നേടാൻ വേണ്ടി അവൻ പറയുന്ന കള്ളത്തരങ്ങൾ, രാഷ്ട്രീയം കറക്റ്റ്, അത് ഞാൻ പറയുന്നു, അംഗീകരിക്കുന്നു. അതിന് മാരാരെ ഞാൻ 100% അംഗീകരിക്കുന്നു. രാഷ്ട്രീയം പറയുന്നതിൽ മാരാരെ അംഗീകരിക്കുന്നു.
പക്ഷേ അല്ലാതുള്ള കാര്യം ഈ ഗെയിം ഒരായിട്ട് അവന്റെ വിജയത്തിന് വേണ്ടി അവൻ പറയുന്ന കള്ളത്തരങ്ങൾ ആ ഒരു ആഘോഷപൂർവ്വം സോഷ്യൽ മീഡിയ വഴി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അംഗീകരിക്കുക. അത് ശരിയോ തെറ്റോ എന്ന് നിങ്ങൾ ആലോചിക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ആലോചിക്കുക. കള്ളത്തരങ്ങൾ പറഞ്ഞു, ഇപ്പൊ ഞാൻ തന്നെ ഒരു കള്ളത്തരം പറഞ്ഞു, ഞാൻ ഇന്ന ആളാണ്, അല്ലെങ്കിൽ ഞാൻ സിനിമയിലെ വലിയതാണെന്നും പറഞ്ഞു നിങ്ങളെ ഒരു സമൂഹത്തെ മൊത്തം കളിപ്പിച്ചുകൊണ്ട് വന്ന് അവിടെ ഉദ്ഘാടനം ചെയ്യുന്നു, അല്ലെങ്കിൽ കൈയടി നേടുന്നു, അത് ശരിയാണോ എന്ന് ഞാൻ ചോദിക്കുന്നു. അല്ല, അത്